യൂറോപ്പിലേക്ക് പോകുന്നവർ കൊടുക്കുന്ന സർവീസ് ചാർജിനെ പറ്റിയിട്ട് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ ആയിട്ട് എനിക്ക് കണക്ഷൻ വെച്ചിട്ടൊക്കെ 1-2 കാര്യങ്ങളൊക്കെ യൂറോപ്പിലേക്ക് വിടാനായിട്ട് നേരത്തെ അവരുടെ ഇത് വെച്ചിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അവസാന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ക്യാൻറ്റീൻ്റെ കാശെടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിലേക്ക് പോകുന്ന ഒരു സർവീസ് ചാർജിൽ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 രൂപ പോലും അഡ്വാൻസ് കമ്പനിക്ക് കൊടുക്കില്ല. യൂറോപ്പിലുള്ള ഒരു കമ്പനിക്ക് 1 രൂപ പോലും അഡ്വാൻസ് കൊടുക്കില്ല. എൻ്റെ അടുത്ത സുഹൃത്ത്, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പേര് പലതും പറയുന്നതുകൊണ്ട് എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ പേര് വീഡിയോയിലൂടെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 4 ലക്ഷം രൂപ യൂറോപ്പിലൊരു രാജ്യത്തിന് കൊടുക്കാനായിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കൂടെ ഞാൻ അദ്ദേഹത്തിന് വിളിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം പോകുന്നു. ഇതിപ്പോൾ വീഡിയോ ഷൂട്ടാണല്ലോ, ഇനി ഫ്യൂച്ചറിൽ പോയാൽ രക്ഷപ്പെട്ടു. അവർ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വരുന്ന വേക്കൻസികളിൽ ഞാൻ ഒരിക്കലും സർവീസ് ചാർജ് അഡ്വാൻസ് ആയിട്ട് ഞാൻ യൂറോപ്പിൽ ഒരു കമ്പനിക്കും കൊടുക്കില്ല. ഞാൻ അവസാനം അവർക്ക് വിസ വരുന്ന സമയത്ത് ഞാൻ പേയ്മെൻറ്റ് അവർക്ക് ചെയ്യുകയുള്ളൂ. ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും സ്ട്രെസ് ഫ്രീ ആകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്നവർ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ഒരു മേഖല യൂറോപ്പ് വിസയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന മേഖല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്.